ഹലോ ചങ്ങായിമാരെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്താ പഠിച്ചു വെച്ചാൽ നമ്മൾ കണ്ണിൻ്റെ ഷെയ്ഡിങ്സ് ചെയ്യാമെന്ന് പഠിച്ചു. ഇനി നമുക്ക് സ്കിൻ ടോൺ, അതായത് നമുക്ക് കവിളിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഷെയ്ഡ് ചെയ്യുന്നതൊന്ന് പഠിക്കാം. അപ്പോൾ ഞാനിവിടെ ഷെയ്ഡ് ചെയ്തത് ഞാനിവിടെ ആർട്ട്ലൈൻ എന്ന ബ്രാൻഡിൻ്റെ പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ 2B പെൻസിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്നത്. ഷെയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ചെറുങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കവിളിൻ്റെ കുറച്ച് ഭാഗം കുറച്ച് ഡാർക്ക് ചെയ്യാനായിട്ട് 2B പെൻസിൽ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ലെയറായിട്ട് നമ്മളുടെ പതുക്കെ നമ്മൾ ഷെയ്ഡ് എടുക്കുന്നു. എവിടേക്കാണോ നമുക്ക് ഡാർക്ക്നെസ് ഉള്ളത് അവിടെ ലെയറായിട്ട് നമ്മളിവിടെ ഷെയ്ഡ് എടുക്കുക. അപ്പം മാത്രമേ നമുക്ക് റിയലിസ്റ്റിക് ആയ ലുക്ക് കിട്ടും. ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ ഹൈലൈറ്റ്സ് ആയിട്ട് ഇവിടെ ഞാൻ കൊടുക്കുന്നത് മോണോ സീറോ എറേസർ എന്ന് പറഞ്ഞ ഒരു റബ്ബറാണ്. അത് ചെറിയ നീഡിൽസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മൈന്യൂട്ടായ ഏരിയ ഒക്കെ നമുക്കിവിടെ ഷെയ്ഡ് എടുക്കാൻ നമുക്കത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡാർക്ക്നെസ് ആയിട്ട് ഞാൻ ഇവിടെ 2B പെൻസിൽ വെച്ച് ഒന്നുകൂടി ഡാർക്ക്നെസ് കയറ്റുന്നു. ആ കവിളിൻ്റെ അതായത് മൂക്കിൻ്റെ ആ ഒരു സൈഡ് ഭാഗം നമ്മളിവിടെ ഡാർക്ക്നെസ് വാല്യൂ കയറ്റുന്നു. അതുപോലെ തന്നെ മൂക്കിൻ്റെ ദ്വാരം നമ്മളിവിടെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് 6B പെൻസിലാണ്. കുറച്ച് ഡാർക്ക്നെസ് വാല്യൂ എടുത്തിട്ട് നമ്മളുടെ ഡാർക്ക്നെസ് നമ്മൾ കറക്റ്റായിട്ട് ഷെയ്ഡ് എടുക്കുക. പിന്നെ മൂക്കിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഡാർക്ക്നെസ് ഏരിയ കൊണ്ടുതന്നെ ലൈറ്റായിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ഇയർബഡ്സ് ഉപയോഗിക്കുന്നു. ഇയർബഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് അധികം പ്രഷർ ചെയ്യാതെ ലൈറ്റായിട്ട് നമ്മുടെ ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ ഹൈലൈറ്റ്സിനായിട്ട് ഞാൻ ഇവിടെ മോണോ സീറോ ഇറേസർ നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ ഒന്നുകൂടി പെർഫെക്ഷൻ എവിടേക്കാണോ ഡാർക്ക്നെസ് ഉള്ളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാൻ ഇവിടെ പതിയെ ഷെയ്ഡ് എടുക്കുന്നു. അതിന് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നു. ഓക്കെ, ഫസ്റ്റായിട്ട് ഞാനിവിടെ നമ്മളെ ഔട്ട്ലൈൻസ് ആയിട്ടുള്ള ഏരിയ ഒക്കെ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കുന്നു. നമുക്ക് അപ്പോൾ വരക്കാൻ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഡാർക്ക്നെസ് എവിടേക്കാണ് കൊടുക്കുന്നത് നമ്മൾ നോക്കിയിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ഞാനിവിടെ അടുത്ത മൂക്കിൻ്റെ ദ്വാരം ഇവിടെ ബ്ലാക്ക് പെൻസിൽ ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. അതായത് 6B പെൻസിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ കറക്റ്റായിട്ട് ഞാനിവിടെ ഷെയ്ഡ് എടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ഇയർബഡ്സ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. പിന്നെ മൂക്കിൻ്റെ റൈറ്റ് സൈഡ് ആ ഒരു പോർഷൻസും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ ഫസ്റ്റ് പാർട്ടൊക്കെ നിങ്ങൾ വരച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. എപ്പോഴും ഷെയ്ഡിങ്സ് ചെയ്യുമ്പോൾ വളരെ സാവധാനം ചെയ്യുക. മാക്സിമം അതിൽ നോക്കിയിട്ട് നമുക്ക് എവിടേക്കാണ് ലൈറ്റ്നെസ് ഉള്ളത് എവിടേക്കാണ് ഡാർക്ക്നെസ് ഉള്ളത് നോക്കിയിട്ട് മാത്രം നമ്മൾ ഷെയ്ഡ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഞാൻ ഒന്നുകൂടി പിന്നെ കണ്ണിൻ്റെ ആ ഒരു ഷേഡോസ് കുറച്ചുകൂടി ഡാർക്ക്നെസ് വാല്യൂ ഉള്ളതുകൊണ്ട് ഒന്നുകൂടി ലെയർ ഞാൻ കയറ്റിയാണ്. അപ്പോൾ ടോട്ടലായി നമ്മളിവിടെ 3 ലെയർ ഷെയ്ഡിങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില കൂട്ടുകാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒറ്റയടിക്ക് തന്നെ ഫുൾ ഡാർക്ക്നെസ് ചെയ്തിട്ട് ലൈറ്റ്നെസ് എടുക്കുന്നു. അപ്പോൾ അത് ഏറ്റവും തെറ്റാണ് പെൻസിൽ ഡ്രോയിങ്ങിന്. അപ്പോൾ നമുക്ക് റിയലിസ്റ്റിക് ലുക്ക് കിട്ടില്ല. അങ്ങനെ പെൻസിലിൻ്റെ വരകളും ഡാർക്ക്നെസ്സൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഷെയ്ഡ് ചെയ്യാൻ ശേഷം ബ്ലെൻഡ് ചെയ്യുക. മാക്സിമം നമുക്ക് ഏറ്റവും നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നത് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡിങ് ആണ്. പിന്നെ പേപ്പർ സ്റ്റമ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പരക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. അതും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് വെച്ചാൽ വലിയ ഏരിയ ആണെങ്കിൽ നമുക്ക് ഇവിടെ ടിഷ്യൂ പേപ്പറാണ് ഏറ്റവും ബെറ്റർ. മുകളിലത്തെ നെറ്റിയുടെ ഭാഗം ഏകദേശം നമ്മളെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ കണ്ണിന്ന് അങ്ങോട്ട് പിരികത്തുനിന്നുള്ള ആ ഒരു കട്ടിങ്സൊക്കെ നമ്മളിവിടെ ജസ്റ്റ് ഞാൻ ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഇയർബഡ്സ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുന്നു. പിന്നെ നമുക്ക് പിരികത്ത് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കണ്ട് നമ്മൾ വരക്കാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ റൈറ്റ് സൈഡും സെയിം പ്രോസസ്സാണ്. നമ്മൾ ഫസ്റ്റായിട്ട് നമ്മുടെ 2B പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്ട്രോക്സ് ആ പിരികത്തിൻ്റെ സ്ട്രോക്സ് എങ്ങോട്ടാണ് പോകുന്നത് അത് നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുത്തു. അതിനുശേഷം ഞാൻ ബ്ലെൻഡ് ചെയ്ത് ഒരിക്കൽ ഇയർബഡ്സ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ ഒന്നുകൂടി ഞാനിവിടെ കുറച്ച് ഡാർക്ക്നെസ് ആയ വാല്യൂ അതായത് 6B പെൻസിൽ വെച്ചിട്ട് നമ്മളിവിടെ ആർട്ട്ലൈൻ എന്ന ബ്രാൻഡിൻ്റെ 6B പെൻസിൽ വെച്ചിട്ട് നമ്മുടെ സ്ട്രോക്സ് ഒന്നുകൂടി ഡാർക്കായി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചില കൂട്ടുകാരെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് തന്നെ പിരികൊക്കെ അങ്ങനെ വരച്ചെടുക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ലെയറായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പെർഫെക്ഷനും കിട്ടും. അതുപോലെ തന്നെ റിയലിസ്റ്റിക് ലുക്കും കിട്ടും. ഓക്കെ, ഈ റിയലിസ്റ്റിക് വരക്കുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ ഈസി ആയിട്ട് വരക്കാം. പക്ഷേ നമ്മൾ നോക്കി ചെയ്യുക. അപ്പോൾ വരക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയിട്ട് ഡീപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം എടുക്കണം. നമുക്കിപ്പോൾ വരക്കുമ്പോൾ നമുക്ക് മടിയൊക്കെ ഉണ്ടാകും. പക്ഷേ ആ മടിയൊക്കെ മാറ്റിയിട്ട് പതുക്കെ വരച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് ലുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പിരിയൊക്കെ നമുക്ക് അടിപൊളി ലുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് റൈറ്റ് സൈഡിൽ കണ്ണിലേക്ക് കിടക്കാം. കണ്ണിൻ്റെ മുകൾ വശത്തെ ആ ഡാർക്ക്നെസ് പോർഷൻസ് ഞാനിവിടെ ലൈറ്റായിട്ട് 2B പെൻസിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു അധികം പ്രസ് ചെയ്യാൻ പറ്റില്ല, ലൈറ്റായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മളിവിടെ ഇയർബഡ്സ് വെച്ചിട്ട് നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്യുന്നു. കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എവിടേക്കാണ് ലൈറ്റ്നെസ്സിൽ അവിടെ ഞാൻ ലൈറ്റായിട്ട് ഞാൻ അവിടെ ഒഴിച്ചു വിടുന്നുണ്ട്.
നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, കണ്ണിൻ്റെ ഉൾഭാഗത്ത് എപ്പോഴും വൈറ്റായിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് കുറച്ച് ഷെയ്ഡിങ്സ് കൊടുക്കുക, എന്നാലും നമുക്ക് റിയലിസ്റ്റിക്കൽ കണ്ണ് നമുക്ക് വരക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, കണ്ണിൻ്റെ പിരികത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ചെറിയ ചെറിയ പിരികമൊക്കെ ഞാൻ വരച്ചു. അതുപോലെ തന്നെ കണ്ണിൻ്റെ മുകൾ വശത്തെ ആ പോളയുടെ മുകൾ വശത്തെ ഏരിയാസ് ഞാൻ വരച്ചു. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഉള്ള ഭാഗത്തെ കണ്ണിൻ്റെ കൃഷ്ണമണി ഞാൻ ഷെയ്ഡിങ്സ് കുറച്ച് ഡാർക്ക്നെസ് വാല്യൂ കൂട്ടിയിട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ മുകൾ വശത്തെ ആ ഡീറ്റെയിൽസും ഞാനിവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത്തെ ആ മൂക്കിൻ്റെ ദ്വാരം ഒന്നുകൂടി ഡാർക്ക്നെസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാലും മാത്രമേ നമുക്കൊരു റിയലിസ്റ്റിക്കുള്ള മൂക്കിൻ്റെ ഒരു എഫക്റ്റ് കിട്ടൂ. ഓക്കെ, പിന്നെ കണ്ണിൻ്റെ മുകൾ വശത്തെ ആ ഒരു ഏരിയാസും ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡിങ് ചെയ്തിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ 6B പെൻസിൽ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി കണ്ണിൻ്റെ കൃഷ്ണമണി ഞാൻ ഒന്നുകൂടി കറക്റ്റായിട്ട് ആ ഷേപ്സ് ഞാൻ വരച്ചെടുക്കുകയാണ്. ഡാർക്ക്നെസ് ഔട്ടർ ലൈൻ കൊടുക്കുന്നു, എന്നിട്ട് ഞാൻ അവിടെ ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ ഞാൻ 6B പെൻസിൽ വെച്ചിട്ട് ഒന്നുകൂടി നമുക്ക് ബാക്കി വരുന്ന ഷേഡോസ് വരുന്ന ഏരിയാസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അതും ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇയർബഡ്സാണ്. അപ്പോൾ നമുക്ക് ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയർബഡ്സ് ഏറ്റവും നല്ലൊരു ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഞാനിവിടെ ഫേസിൻ്റെ ആ ഒരു പോർഷൻസ് ഞാനിവിടെ ഔട്ട്ലൈൻസ് കറക്റ്റായിട്ട് ഞാൻ ഇടുകയാണ്. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഞാനിപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, ഞാനിപ്പോൾ എത്ര ലെയറായിട്ട് ഷെയ്ഡ് ചെയ്യുന്നത് അത്രയും നിങ്ങൾ ലെയറായിട്ട് നിങ്ങൾ ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ലൊരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് ചെയ്താൽ ഒരിക്കലും കിട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് മീശയിൽ കിടക്കാം. മീശയിൽ വരയ്ക്കുമ്പോഴും ചില കൂട്ടുകാരെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് മീശ ഇങ്ങനെ വരച്ചു വിടും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഫസ്റ്റായിട്ട് 2B പെൻസിൽ വെച്ചിട്ട്, അതായത് വാല്യൂസ് കുറഞ്ഞ പെൻസിൽ വെച്ചിട്ട് നമ്മളിവിടെ ഷെയ്ഡിങ്സ് കറക്റ്റായിട്ട് കൊടുക്കുന്നു. മീശയുടെ പോർഷൻസ് ഔട്ട്ലൈൻ ഇട്ട ഭാഗം ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ ഇയർബഡ്സ് വെച്ചിട്ട് ഞാനിവിടെ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. ഇനി നമുക്ക് 6B പെൻസിൽ വെച്ചിട്ട് നമുക്ക് ഡാർക്ക്നെസ് ആയിട്ടുള്ള, അതായത് ഓരോരോ മീശയുടെ ഓരോ രോമങ്ങൾ നമുക്ക് വരച്ചെടുക്കാം. ഓരോരോ സ്ട്രോക്സ് ആയിട്ട് നമ്മുടെ കറക്റ്റായിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് വരയ്ക്കുക. എങ്ങോട്ടാണോ പോകുന്നത് അതേ ഡയറക്ഷൻ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ കുറ്റിയായിട്ടുള്ള ചെറിയൊരു മീശയാണ് ഇത് ടോവിനുണ്ട് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡിൽ കിടക്കാം. അടുത്ത സൈഡ് അതുപോലെ തന്നെ നമ്മളിവിടെ സ്ട്രോക്ക് ആയിട്ട് ഡാർക്ക് പെൻസിൽ വെച്ചിട്ട് നമ്മളിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആർട്ട്ലിൻ എന്ന പെൻസിൽ വെച്ചിട്ട് നമ്മളിവിടെ ഡാർക്കായിട്ട് ചെയ്യുന്നു. ആർട്ട്ലിൻ്റെ പെൻസിൽ വെച്ചാൽ ഏറ്റവും ബിഗിനേഴ്സായ കൂട്ടുകാർക്കൂടെ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന പെൻസിലാണ്. അധികം പൈസയില്ല, 120 റുപ്പീസ് ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് വരും. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ ഗ്രേഡ്സും ഉണ്ടാകും. A to Z 9B വരെ നമുക്ക് കിട്ടുന്നതാണ്. ഏറ്റവും നല്ല ഡാർക്ക്നെസ് വാല്യൂ വരെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു പെൻസിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മാക്സിമം കുറേ പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് യൂസർ ഫ്രണ്ട്ലിയാണ്. നമുക്ക് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചീപ്പായ ഒരു പെൻസിലാണ്. ഓക്കെ, നമുക്ക് ലിപ്പിൻ്റെ ഭാഗം നോക്കാം. ലിപ്പ് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബ്ലെൻഡ് ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ മാസ് ലോമോഗ്രാഫി ഒന്ന് എക്സ്ട്രാ ഡാർക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് വെച്ച് നമുക്കിവിടെ മേശ കട്ടിയായിട്ട് നമുക്ക് വരച്ചെടുത്തു. ഓക്കെ, അപ്പോൾ ഏകദേശം നല്ലൊരു ലുക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഹൈലൈറ്റ് കുറച്ച് ഡീറ്റെയിൽസ് കിടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കുഴികളൊക്കെ, കവളിൻ്റെ കുഴിയൊക്കെ ഞാൻ ഇവിടെ മോണോസിലർ വെച്ചിട്ട് മായ്ക്കുന്നു. പിന്നെ മീശയുടെ ചെറിയ ഭാഗങ്ങൾ രോമങ്ങളൊക്കെ ഞാൻ വരയ്ക്കുന്നു. പിന്നെ ഹൈലൈറ്റ്സിനായിട്ട് വൈറ്റ് ജെൽപ്പെന്ന്, സുക്കുറ എന്ന ബ്രാൻഡിൻ്റെ വൈറ്റ് ജെൽപ്പെന്ന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കണ്ണിൻ്റെ ഹൈലൈറ്റ്സ് ഞാൻ കൊടുത്തു. ഓക്കെ, എല്ലായിടയ്ക്കും ഹൈലൈറ്റ്സ് കൊടുത്തു. ഇനി നമുക്ക് കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ഒന്നുകൂടി നമുക്കൊന്ന് ഡാർക്ക്നെസ് കൊടുക്കാം. ഡാർക്ക്നെസ് കൊടുക്കാനായിട്ട് ഞാനിവിടെ പിന്നെ ആ നെറ്റി, അതായത് മൂക്കിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, അതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഡാർക്ക്നെസ് ആയിട്ട് ഞാൻ ഇവിടെ 6B പെൻസിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ ഡാർക്ക്നെസ് കൊടുത്തു. അപ്പോൾ നമുക്ക് നല്ലൊരു റിയലിസ്റ്റിക് ആയ കണ്ണിൻ്റെ എഫക്റ്റാണ് കിട്ടും. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തേർഡ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ അതുവരെക്കും നമുക്ക് വിട പറയാം. അപ്പോൾ ഇതുവരെ നിങ്ങളെല്ലാം ചെയ്തതിന് ശേഷം കമൻറ്റിൽ അറിയിക്കുക. എവിടെയാണ് ഡൗട്ട് വെച്ചാൽ കമൻറ്റിൽ നമുക്ക് അറിയിക്കുക. അപ്പോൾ അതിനുള്ള ആൻസേഴ്സ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. വണക്കം. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് അറിയിക്കുക, എങ്ങനെയുണ്ട് നമ്മളെ ഡ്രോയിങ്സൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. എന്നാലും എനിക്ക് ചെയ്യാനുള്ള അടുത്ത വീഡിയോസ് ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം.